വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കുഴിപ്പനിയാരം. ഇത് നമ്മൾ ദോശമാവ് കൊണ്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യമായി ഒരു പാൻ എടുക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്നുകിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റുക. ചെറുതായി ഒന്ന് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കുക. ഇവയെല്ലാം നന്നായി വഴണ്ടതിന് ശേഷം അതിലേക്ക് 1/2 മുറി സവാള ചേർക്കുക. സവാളയെല്ലാം നല്ലതായി വഴന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമെങ്കിൽ 1/2 മുറി ക്യാരറ്റും കൂടി ചേർക്കാവുന്നതാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇവയെല്ലാം നന്നായി യോജിപ്പിച്ച് ഇളക്കി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റി യോജിപ്പിക്കുക. ഇവയെല്ലാം കൂടി നമുക്ക് ഒരു 3 മിനിറ്റ് നന്നായി ഇളക്കി വഴറ്റി കൊടുക്കുക. ഈ 2-3 മിനിറ്റുകൾ കൊണ്ട് ഇത് നന്നായി ഒന്ന് വെന്ത് വരും. വെന്ത് വന്നു കഴിയുമ്പോഴേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കുക. അടുത്തതായി നമ്മൾക്ക് പനിയാരം ഉണ്ടാക്കാനുള്ള ദോശമാവ് എടുക്കുക. ഈ ദോശമാവിലേക്ക് നമ്മൾ വഴറ്റി വെച്ച ഈ മിക്സ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുകൊണ്ട് പനിയാരം ഉണ്ടാക്കാം. ഇനി നമുക്ക് പനിയാരം ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചട്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിൻ്റെ ഓരോ കുഴികളിലേക്കും നമ്മൾ കുറേശ്ശെയായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ എല്ലാ കുഴികളിലും എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണയൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ എല്ലാ കുഴികളിലും ദോശമാവ് ഒഴിച്ചു കൊടുക്കണം. ദോശമാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ കുഴി നിറയെ മാവ് ഒഴിച്ചു കൊടുക്കണമെന്നില്ല. ഒരു 1/4 ഭാഗം വരെയൊക്കെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ കുഴികളിലും മാവ് ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി. ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിടാം. ഓരോന്നോരോന്നായി പതിയെ സാവധാനം നമുക്ക് മറിച്ചിടാം. ഇതിപ്പോൾ പുറം ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം അത്രയും നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം അധികം തീ വേണമെന്ന് ഇല്ല. എല്ലാം നല്ല രീതിയിൽ മറിച്ചിട്ടതിന് ശേഷം 1-2 മിനിറ്റ് കൊണ്ട് ഇത് എല്ലാം നന്നായി വെന്തിട്ടുണ്ടാകും. നമ്മൾ ഒരു ടൂത്ത്പിക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചോ ഒന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ലെന്നാണ്. വെന്തിട്ടില്ല എങ്കിൽ കുറച്ച് നേരം കൂടി അത് വേകാൻ അനുവദിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കുഴിപ്പനിയാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.